ഷൊർണൂരിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയതിന് പിഴയിട്ടു. മറ്റൊരാൾക്ക് പിഴയില്ല. വിഷയത്തിൽ ഭരണസമിതിയും മുനിസിപ്പൽ എഞ്ചിനീയറും തമ്മിൽ കൗൺസിൽ യോഗത്തിൽ തർക്കം. വാർഡ് 17-ലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴിക്ക് തടസ്സമായി നിലനിൽക്കുന്ന റോഡിനോട് ചേർന്നുള്ള നഗരസഭയുടെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കണമെന്ന അജണ്ട ചർച്ചയ്ക്കെത്തി. എന്നാൽ കഴിഞ്ഞ കൗൺസിലിൽ അംഗീകരിച്ചതും പൊതുമരാമത്ത് സ്ഥിരം സമിതി ചർച്ച ചെയ്ത് അംഗീകാരം നൽകിയ വിഷയമാണിതെന്നും പിന്നീട് എങ്ങനെയാണ് ഈ കൗൺസിലിൽ വിഷയം ഉൾപ്പെടുത്തിയത് എന്നുമാണ് പ്രതിപക്ഷങ്ങൾ ഉയർത്തിയ ചോദ്യം. നഗരസഭാ ഉപാധ്യക്ഷൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ, മുനിസിപ്പൽ എഞ്ചിനീയർ എന്നിവർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയത്. എന്നാൽ സമാന സംഭവം കഴിഞ്ഞ ദിവസം 30-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിക്കുണ്ടാവുകയും നഗരസഭയ്ക്ക് ഈ വ്യക്തി കത്ത് നൽകിയ ഉടൻ തന്നെ സ്വയം സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നഗരസഭ ഈ വ്യക്തിക്കെതിരെ 15,000 രൂപ പിഴയടയ്ക്കാനും കത്ത് നൽകി. എന്നാൽ ഇതിന് സമാനമായ സംഭവമാണ് 17-ാം വാർഡിലുണ്ടായതെന്നും അവർക്ക് പിഴ ഒഴിവാക്കിയതുപോലെ 30-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ പിഴയും ഒഴിവാക്കണമെന്നാണ് നഗരസഭാ അധ്യക്ഷ കൗൺസിലിൽ ആവശ്യമുയർത്തിയത്. വിഷയം 33-ാം വാർഡ് കൗൺസിലർ സന്ധ്യയാണ് ചർച്ചയാക്കിയത്. അതേസമയം നഗരസഭയുടെ തീരുമാനപ്രകാരം സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയ കുളപ്പുള്ളിയിലെ സ്വകാര്യ വ്യക്തിക്കെതിരെ ഇനി പിഴ നൽകാനാകില്ലെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. എന്നാൽ 30-ാം വാർഡിലെ വിഷയത്തിൽ പരാതി സർക്കാരിന്റെ കെ-സ്മാർട്ടിൽ കയറിയതാണെന്നും ഇനി പിഴ ഒഴിവാക്കാൻ കഴിയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. എന്നാൽ സ്ഥിരം സമിതി അംഗീകരിച്ച വിഷയം അജണ്ടയായി വന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് ഭരണസമിതി പറയുന്നത്. പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ BJP അംഗങ്ങളില്ല. അതിനാൽ കോൺഗ്രസ് CPM ഒത്തുകളിയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് എന്നും CPMന്റെ പടലപ്പിണക്കങ്ങൾ പുറത്തുവരുന്നുവെന്നും BJP കൗൺസിലർ EP നന്ദകുമാർ വ്യക്തമാക്കി. ജനാധിപത്യപരമായ കൗൺസിൽ സംവിധാനത്തോടുള്ള അവഹേളനമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞതെന്ന് കോൺഗ്രസ് കൗൺസിലർ VK ശ്രീകൃഷ്ണനും വ്യക്തമാക്കി. വിഷയത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് നഗരസഭാധ്യക്ഷ P. നിർമ്മല പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.